Hello dear students. ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 1 ആണ് ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി. സസ്യലോകത്തെ അടുത്തറിയാം. The vacation is over. How exciting it is to go to school with an umbrella. അപ്പം എന്താണ് വെക്കേഷൻ കഴിഞ്ഞു അല്ലേ? ഈ മഴയത്ത് കളിച്ച് രസിച്ച് കുടയുമായി സ്കൂളിലേക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. വെൻ ഡിഡ് യു വേക്കപ്പ് ടുഡേ? കുടയുമായി സ്കൂളിലേക്ക് പോവുകയാണ് അല്ലേ? ഇന്ന് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? ഡിഡ് യു ടേക്ക് ഇനഫ് ഫുഡ് ബിഫോർ കമ്മിങ് ടു സ്കൂൾ? സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ ശരിക്കും കഴിച്ചോ? വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? ഇന്ന് എന്താണ് കഴിച്ചത്? ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എഴുതി നോക്കാനാണ് അവർ പറയുന്നത്. Okay, then which among these food items did you get from plants? ഇവയിൽ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ്, അതായത് ആഹാര സാധനങ്ങളാണ് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ലഭിച്ചത്? പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, സസ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്. ദ പിക്ചർ ഷോസ് ഡൈവേഴ്സ് ഫുഡ് മെറ്റീരിയൽസ്. എന്താണ്? വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കളുടെ ചിത്രമാണ് ഈ ചിത്രത്തിലുള്ളത് അല്ലേ? ഫ്രം വേർ ഡു വി ഗെറ്റ് ദം? ഇത് എവിടുന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഓൾ ആർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. അറിന്റെ ഇതെല്ലാം സസ്യഭാഗമാണ് അല്ലേ? ആർ യു ഏബിൾ ടു ഐഡന്റിഫൈ ദീസ് പ്ലാന്റ്സ്? മുകളിൽ നൽകിയ ചിത്രങ്ങൾ പരിശോധിച്ച് സസ്യങ്ങളുടെ ഏത് ഭാഗങ്ങളാണ് ഇവയെന്ന് ടേബിൾ ആക്കിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാബ്ലേറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്തൊക്കെയാണ്? റൂട്ട്, സ്റ്റെമ്മ്, പിന്നെന്താ എന്തൊക്കെയാണുള്ളത്? ഫ്രൂട്ട്, പിന്നെ ലീഫ്, ഫ്ലവർ, അതെല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ. ദെൻ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് അമാരന്തസ് ചീര ഫോർ അവർ ഫുഡ്? ചീരയുടെ ഇല മാത്രമാണോ നാം ആഹാരമായി ഉപയോഗിക്കുന്നത്? ഹാവിൻ യു സീൻ കോളിഫ്ലവർ? വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ്? കോളിഫ്ലവർ കണ്ടിട്ടില്ലേ? അതിൻ്റെ ഏത് ഭാഗമാണ് നാം ഭക്ഷിക്കുന്നത്? കോളിഫ്ലവർ എല്ലാവരും കഴിച്ചിട്ടില്ലേ? അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ കഴിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ആഡിങ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ഹുസ് സ്റ്റെംസ് ആൻഡ് ഫ്ലവേഴ്സ് വി യൂസസ് ആസ് ഫുഡ്. നാം ആഹാരത്തിനായി തണ്ടും പൂവും ഉപയോഗപ്പെടുത്തുന്ന സസ്യങ്ങൾ കൂടി ചേർത്ത് നമുക്ക് എന്താക്കുക? ഈ ടേബിള് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വി യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. നമ്മൾ പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങൾ നാം എന്താണ് ഫുഡ് ആക്കാറുണ്ട് അല്ലേ? ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. ദ എഡിബിൾ പാർട്ട് ഇൻ ഈച്ച് പ്ലാന്റ് ഈസ് ഡിഫറെൻറ്റ്. ഓരോ സസ്യത്തിലും, അതായത് ഓരോ പ്ലാന്റ്സിലും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യാസമാണ് അല്ലേ? എന്താണ്? ഒന്നില് ചിലതിൽ നമ്മൾ എന്താക്കും? അതിൻ്റെ സ്റ്റെം ആയിരിക്കും ഉപയോഗിക്കുക. ചിലത് എന്താണ്? റൂട്ട്. ഇപ്പം നമുക്ക് ടപ്പിയോക്കേൻ്റെ ഇതിലാണെങ്കിൽ ടപ്പിയോക്കയിൽ നമ്മളെന്താ അതിൻ്റെ റൂട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ സ്റ്റെമ്മും ലീഫൊക്കെ കഴിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഓരോ പ്ലാന്റ്സിലും നമ്മളെന്താണ് ഓരോന്നാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ? ചീരേൻ്റെ കേസിൽ സ്റ്റെമ്മും ലീഫും നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? ചിലതിൽ നമ്മൾ അതിൻ്റെ റൂട്ട് മാത്രം, ചിലതിൽ നമ്മൾ അതിൻ്റെ ഫ്ലവർ മാത്രം, ചിലതിൽ എന്താ ഇല മാത്രം, ലീവ്സ് മാത്രം അല്ലേ? ചിലതില അതിൻ്റെ സ്റ്റെം. ഓക്കെ. ദെൻ ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? എന്താണ്? ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? എന്താണ്? എല്ലാ പ്ലാന്റ്സിലും നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയ, അതായത് തിന്നാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. എന്താണ്? ഈ പിക്ചറൊക്കെ നോക്കാൻ. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? ഇതിൽ ഈ സസ്യങ്ങളിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? ഈ സസ്യങ്ങളെ വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? ഈ സസ്യങ്ങളെ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? നോക്കൂ, ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ്? പെപ്പർ. പെപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? പെപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കുരുമുളക് അല്ലേ? പിന്നെ ക്ലോസ്. എന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ? ഗ്രാമ്പു. ടർമറിക് മഞ്ഞൾ. പിന്നെ എന്താ? ജിഞ്ചർ ഇഞ്ചി. പിന്നെ കാർഡമോൺ ഏലം അല്ലേ? We make use of plants as spices, medicines and for many other purposes. എന്താണ്? ഈ നമ്മൾ പ്ലാന്റ്സ്
സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടും മെഡിസിൻസ് ആയതും അതായത് ഔഷധങ്ങളായിട്ടും തുടങ്ങിയ മറ്റു പല ആവശ്യങ്ങൾക്കും നാം എന്താണ് പ്ലാന്റ്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. കോമൺ പ്ലാന്റ്സ് ലൈക്ക് അടത്തോട. എന്താണ് അടത്തോട പറഞ്ഞാൽ നമ്മൾ ആടലോടകം അല്ലേ. പിന്നെ കറി ലീഫ് പ്ലാന്റ്, ഹിബിസ്കസ്, കുറുന്തോട്ടി, കോമൺ സിഡ, പനിക്കൂർക്ക, സ്പാനിഷ് തൈം, നീം ആൻഡ് ടച്ച് മീ നോട്ട് ആർ ഷോൺ ഇൻ ദ പിക്ചർ. എന്തൊക്കെയാണ് നിത്യേന നമ്മൾ കാണാറുള്ള ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, ആര്യവേപ്പ്, തൊട്ടാവാടി എന്നീ ചെടികളാണ് ചിത്രത്തിൽ ഉള്ളത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാണുള്ളത്? നമുക്ക് ആ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? ആടത്തോട പറഞ്ഞാൽ ആടലോടകം, പിന്നെ കറി ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറി ലീഫ് പ്ലാന്റ് കറിവേപ്പ്, പിന്നെയോ ഹിബിസ്കസ് എന്താണ്? ചെമ്പരത്തി, പിന്നെയോ കുറുന്തോട്ടി, പനിക്കൂർക്ക അല്ലേ. പനിക്കൂർക്കയ്ക്ക് സ്പാനിഷ് തൈ എന്നും പറയും. പിന്നെ നീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്യവേപ്പ്, പിന്നെ ടച്ച് മീ നോട്ട് അതായത് തൊട്ടാവാടി. അതൊക്കെയാണ് ഈ പിക്ചറിലുള്ളത്. സ്പോട്ട് ഔട്ട് ദീസ് പ്ലാന്റ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ് ആൻഡ് ടാബ്ലേറ്റ് ദെയർ യൂസസ് ഇൻ യുവർ സയൻസ് ഡയറി. ചുറ്റുപാടുകളിൽ നിന്ന് ഈ ചെടികളെ തിരിച്ചറിഞ്ഞ് ഇവയുടെ ഉപയോഗങ്ങൾ നിങ്ങൾ എന്താക്കുക? നിങ്ങളെ ബുക്കിൽ എഴുതുക. ഓക്കെ. ക്യാൻ വി ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സ് ഇല്ലാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാനാവുമോ? ഇല്ല അല്ലേ. ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. എന്താണ്? എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി എന്താണ്? പ്ലാന്റ്സിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. പ്ലാന്റ്സ് പറഞ്ഞാൽ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്. എന്താണ്? പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്, ബട്ട് വെർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം? നമ്മയെല്ലാം തീറ്റിപ്പോറ്റുന്ന സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സ് നമ്മളെ ഫുഡ് ആക്കാറുണ്ട് അല്ലേ. പക്ഷേ ആ പ്ലാന്റ്സിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ആഹാരം എവിടുന്നാണ് ലഭിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? എന്താണ് ഫോട്ടോസിന്തസിസ് നോക്കാം അല്ലേ. പ്രകാശ സംശ്ലേഷണം നോക്കൂ. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. പ്ലാന്റ്സ് റൂട്ടിലൂടെയാണ് വെള്ളങ്ങൾ വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്. ഈ വെള്ളത്തിൽ പലതരം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. Plants also absorb carbon dioxide from the atmosphere through minute pores present in their leaves. ഇലകളിലെ ചെറിയ ഹോൾസിലൂടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഈ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നുണ്ട്. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? പ്രിപ്പയറിംഗ് ഫുഡ്, ആഹാരം, അതായത് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. ഇതെല്ലാം ചെയ്യുന്നത് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, ഈ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ് അവർ ഈ സസ്യങ്ങൾ പ്ലാന്റ്സ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ. Preparation of food take place in the leaves. This process is called photosynthesis. ഈ പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, അതായത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. Sunlight and the pigment present in leaves called chlorophyll are essential for photosynthesis. അതുപോലെ സൂര്യപ്രകാശവും പിന്നെ ഇലകളിലുള്ള പിഗ്മെൻറ്റ്, അതിനെ ക്ലോറോഫിൽ എന്ന് പറയും. അപ്പം സൺലൈറ്റും ക്ലോറോഫിലും കൂടി നിർബന്ധമാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അല്ലേ. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഈ ക്ലോറോഫിൽ എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. ഓക്കെ. The product of photosynthesis is glucose. ഫോട്ടോസിന്തസിസിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദിസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദിസ് ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. ഈ ഓക്സിജൻ ഈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയത്ത് പുറത്തു വിടുന്നുണ്ട് അല്ലേ. ഓക്സിജൻ ഈസ് ഫോംഡ് അലോങ് വിത്ത് ദിസ് ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയത്ത് ഈ ഓക്സിജൻ റിലീസ്ഡ് ആക്കുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. ദ ഗ്ലൂക്കോസ് ഫോംഡ് ത്രൂ ഫോട്ടോസിന്തസിസ്
ഈസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. ഈ ഫോട്ടോസിന്തസിസ്, അതായത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്തുണ്ടായ ഈ ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ചാക്കി മാറ്റപ്പെടുന്നുണ്ട്. സ്റ്റാർച്ച് പറഞ്ഞാൽ അവരുടെ സ്റ്റാർച്ച് അന്നജാക്കി മാറ്റുന്നുണ്ട്. പ്ലാന്റ്സ് പ്രിപ്പയർ their own food and are hence known as ഓട്ടോട്രോപ്സ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ്സുകൾ ഓട്ടോട്രോപ്സ് എന്നറിയപ്പെടുന്നത്, സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ ബോക്സസ് ഗിവൺ ബിലോ. ഈ താഴെയുള്ള കോളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി സൺലൈറ്റും ക്ലോറോഫിലും കൂടി ചേർന്നിട്ട് എന്താവുന്നുണ്ട്? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്? ഈ പ്ലാന്റ്സിന് എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ട്രൈ ദിസ് ആക്ടിവിറ്റി. നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. എങ്ങനെയാണ്? പീൽ ഓഫ് എ ലിറ്റിൽ ഓഫ് ദ ഔട്ടർ ലെയർ ഓഫ് ദ ലോവർ സൈഡ് ഓഫ് എ ബെറ്റൽ ലീഫ് ഓർ ടാരോ കൊളോക്കേഷ്യ ലീഫ്. ഡിപ്പ് ദ ലെയർ ഇൻ ഡൈലൂട്ട് സ്റ്റെയിൻ. Place this layer on a glass slide using a point brush. Observe this through a microscope. മൈക്രോസ്കോപ്പ് എന്താണെന്നറിയാലോ അല്ലേ? ഇതാണ് മൈക്രോസ്കോപ്പ് കേട്ടോ. അപ്പോൾ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വെറ്റിലല്ലേ കേട്ടില്ലേ? ബെറ്റൽ ലീഫ്, വെറ്റിലയുടെയോ അല്ലെങ്കിൽ കൊളക്കേഷ്യ, അതായത് ടാരോൻ്റെയോ ചേമ്പിലയുടെയോ അടിവശത്തെ പാളി അല്പം ഇളക്കിയെടുക്കുക. അതിൻ്റെ താഴെയുള്ള ഒരു വെള്ള കളറിലൊരു തൊലിവായുള്ള കണ്ടില്ലേ? അത് കണ്ട് മെല്ലെ ഇളക്കി എടുക്കുക. നമുക്ക് മെല്ലെ എടുക്കാൻ പറ്റും. അപ്പോൾ പാളി നേർത്ത സ്റ്റെയിനിൽ മുക്കുക. ഒരു സ്റ്റെയിനിൽ മുക്കുകയാണ്. എന്നിട്ട് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് ഇത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് ആ ഗ്ലാസ് സ്ലൈഡിൽ വെക്കുക. ഈ മൈക്രോസ്കോപ്പിൻ്റെ ഇവിടെ ആയിട്ട് വെക്കും. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് യു സീ പോർസ് ഇൻ ദ ലീവ്സ്? അപ്പം എന്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്? ഇലകളിൽ സുഷിരങ്ങൾ കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ നോക്കിയാൽ ഈ ഇലേൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് കാണുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ ലീവ്സ് ഹോൾസ് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റൊമാറ്റോ കണ്ടില്ലേ? ഇതാണ് സ്റ്റൊമാറ്റോ. ഓക്കെ, ഇനി നോക്കൂ സ്റ്റൊമാറ്റോ എന്താ നമുക്ക് നോക്കാം. Plants absorb carbon dioxide and release oxygen during photosynthesis. These gases exchange take place through small pores in the leaves. These pores are called stomata. They also release water from plants to the atmosphere. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് സ്വീകരിച്ചിട്ടും അല്ലേ, പിന്നെയാണ് ഓക്സിജൻ റിലീസ് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അല്ലേ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും, ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ദിസ് ഗ്യാസസ് എക്സ്ചേഞ്ച്, ഈ വാതക വിനിമയം നടക്കുന്നത് ഈ ഇലകളിലുള്ള ചെറിയ ചെറിയ പോർസ്, സ്മോൾ പോർസിലൂടെയാണ് അല്ലേ. ദീസ് പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റോ. ഈ സ്മോൾ പോർസിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. ദേ ഓൾസോ റിലീസ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. ഈ പ്ലാന്റ്സിൽ നിന്ന് വാട്ടറും അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നതും ഈ സ്മോൾ പോർസിൽ നിന്നാണ്. ഓക്കെ, ഡ്രോ ദ പിക്ചർ ഓഫ് ദ സ്റ്റൊമാറ്റോ യു ഹാവ് ഒബ്സർവ്ഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ് ആൻഡ് റൈറ്റ് എ നോട്ട് അബൌട്ട് ദിസ് ആക്ടിവിറ്റി ഇൻ യുവർ സയൻസ് ഡയറി. ഇനി മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത ഈ സ്റ്റൊമാറ്റോയുടെ ചിത്രം വരയ്ക്കുക. പിന്നെ ഈ ചെയ്ത ആക്ടിവിറ്റീൻ്റെ നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഒബ്സർവ് ദ പ്ലാന്റ്സ് അറൗണ്ട് യു. ചുറ്റുമുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ചാൽ നിങ്ങൾ കാണുക. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ഡസ് ദ സൺലൈറ്റ് ഫാൾ മോർ? ഈ പ്ലാന്റ്സിൽ ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം സൺലൈറ്റ് കൂടുതൽ പതിക്കുന്നത്? ആർ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറേഞ്ച്ഡ് സോ ആസ് ടു ഗെറ്റ് മാക്സിമം സൺലൈറ്റ്? സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണോ സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്? റൈറ്റ് ദ റിസൾട്ട് ഓഫ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. ഈ നിരീക്ഷണ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുകയും വേണം. നെക്സ്റ്റ്, ക്ലോറോഫിൽ. The green colored pigment seen in plants is chlorophyll. പ്ലാന്റ്സിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണെന്ത്? ഈ ക്ലോറോഫിൽ എന്ന് കാണുന്നത് വർണ്ണകമാണെന്ത്?
ഈ ഹരിതകം, അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ അബ്സോർബ് ദ സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് മോർ ഇൻ ദ ലീവ്സ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഈ ക്ലോറോഫിലാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ക്ലോറോഫിൽ കൂടുതലുള്ളത് എവിടെയാണ്? ഈ ലീവ്സിലാണ്. ഓക്കെ. ആർ ഓൾ ലീവ്സ് ഗ്രീൻ ഇൻ കളർ? എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ? ഹാവൻറ്റ് യു സീൻ ദ റെഡ് അമാരന്തസ്? ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ദം? കൂട്ടുകാർ ചുവന്ന ചീര കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഈ പരീക്ഷണം ചെയ്തു നോക്കൂ. എന്താണ് ഈ കുട്ടി പറയുന്നത് നോക്കൂ. ഈസ് ദർ ക്ലോറോഫിൽ ഇൻ റെഡ് അമാരന്തസ്? ചുവന്ന ചീരയിൽ എന്താ ഈ ക്ലോറോഫിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ട്രൈ ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ പരീക്ഷണം ചെയ്തു നോക്കാം നമുക്ക്. മെറ്റീരിയൽസ് റിക്വയർഡ്: ലീഫ് ഓർ റെഡ് അമാരന്തസ് ബ്ലോട്ടിംഗ് പേപ്പർ. എന്തൊക്കെയാണ് മെറ്റീരിയൽസ്? ലീഫ് ഓഫ് റെഡ് അമാരന്തസ്, ചുവന്ന ചീരയുടെ ഇലയും, പിന്നെ എന്ത് വേണം? ബ്ലോട്ടിംഗ് പേപ്പർ, പിന്നെ ബോട്ടിൽ പേപ്പറും വേണം. ഓക്കെ. ദെൻ അതെന്താ ചെയ്യേണ്ടത്? റബ് ദ ലീഫ് ഓഫ് റെഡ് അമാരന്തസ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ. ചുവന്ന ചീരയുടെ ഇല ഈ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരയ്ക്കുക. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ദ പേപ്പർ. അപ്പോൾ എന്താണ്? എന്നിട്ട് എന്താണ് ഈ പേപ്പറിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അപ്പം അനലൈസ് ദ ഒബ്സർവേഷൻ നിങ്ങൾ എന്താക്കുകയാണ്? അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ വരും അല്ലേ? നമ്മൾ ആ പേപ്പറിലേക്ക് ചെയ്യുമ്പോൾ, അതായത് പേപ്പറിൽ ഉരയ്ക്കുമ്പം ഈ അമാരന്തസിൻ്റെ ഈ കളറ് ഈ പേപ്പറിലേക്ക് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ നോട്ട്സ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ ചെയ്ത പരീക്ഷണം എന്താണ്? അത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഓക്കെ. Didn't you realize that red amaranthus has chlorophyll? ഈ റെഡ് അമാരന്തസ് എന്താണ്? ചുവന്ന ചീരയിൽ ക്ലോറോഫിൽ കണ്ടെത്തി അല്ലേ? ക്ലോറോഫിൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തി. ഇഫ് സോ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ്സ് റെഡ് കളർ? എങ്കിൽ അതിൻ്റെ ചുവപ്പ് നിറത്തിൻ്റെ കാരണം എന്തായിരിക്കാം? ഡിഫറെൻറ്റ് കളേഴ്സ്. ഒബ്സർവ് ദ പിക്ചർ. ബിസൈഡ്സ് ക്ലോറോഫിൽ അതർ പിഗ്മെൻറ്റ്സ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്. ചിത്രം നോക്കൂ. ഈ ക്ലോറോഫിൽ അല്ലാത്ത വർണ്ണങ്ങൾ എന്തുണ്ട്? അതർ പിഗ്മെൻറ്റ്സ് എന്തുണ്ട്? പ്ലാന്റ്സിൽ ഉണ്ട് അല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ഹെൻസ് ലീവ്സ് with the pigment xanthophyll appear yellow in color. Those with carotene appear yellowish orange and those with anthocyan appear red in color. അതുകൊണ്ടാണ് ഈ ഇലകളിൽ എന്താണ്? പിഗ്മെന്റ് xanthophyll appear yellow in color. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും, കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും, ആന്തോസയാനിൻ എന്ന വർണ്ണമുള്ള ഇല ചുവപ്പ് നിറത്തിലും നമ്മൾ കാണുന്നത്. ആർ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഓൺലി ഇൻ ലീവ്സ്? ഇലകളിൽ മാത്രമാണോ വർണ്ണങ്ങൾ ഉള്ളത്? ഇലകളിൽ മാത്രമാണോ? ഇൻ യുവർ സയൻസ് ഡയറി എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ റെഡ് കളർ ഓഫ് ഹിബിസ്കസ് ആൻഡ് ദ യെല്ലോയിഷ് കളർ ഓഫ് സൺഫ്ലവർ. ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞയാവാനുമുള്ള കാരണം വിശദീകരിച്ച് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. പിഗ്മെൻറ്റ്സ് ഗിവ് കളർ ടു ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് ആരാണ്? പിഗ്മെൻറ്റ്സ്. എന്താണ്? പിഗ്മെൻറ്റ്സ് ആണ് എന്താക്കുന്നത്? ഈ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത്. ലിസൺ ടു വാട്ട് ബൈജു സെഡ് ടു ഹിസ് ടീച്ചർ. ടീച്ചറോട് ബൈജു പറഞ്ഞത് കേൾക്കൂ. ടീച്ചർ, ഐ ഹാവ് ഗ്രോൺ സം പ്ലാന്റ്സ് ഇൻ മൈ ബെഡ്റൂം. വോണ്ട് ദർ ബി ഇനഫ് ഓക്സിജൻ റിലീസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഇൻസൈഡ് ദ ഹൗസ്? ടീച്ചർ, വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്. ചെടി പുറത്തു വിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായി കിട്ടുമല്ലോ. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു വാട്ട് ബൈജു സെഡ്? ബൈജു പറഞ്ഞതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഈസ് ദർ എനി ബെനിഫിറ്റ് ഇൻ ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻസൈഡ് ദ ഹൗസ്? വീടിനുള്ളിൽ ചെടി വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വിൽ സച്ച് ആൻ അറേഞ്ച്മെൻറ്റ്സ് ബി ഹെൽപ്ഫുൾ ടു ഗെറ്റ് ഓക്സിജൻ ഡ്യൂറിങ് ദ നൈറ്റ്? രാത്രിയിൽ ഓക്സിജൻ കിട്ടുന്നതിന് ഈ സംവിധാനം സഹായകമാകുമോ? റെക്കോർഡ് യുവർ ഒപ്പീനിയൻ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ഒബ്സർവ് ദിസ് പിക്ചർ. ഫോട്ടോസിന്തസിസ് അല്ലേ? റെസ്പിറേഷൻ.
എന്താ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫോട്ടോസിന്തസിസ് എന്താ ട്രീസ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഓക്സിജൻ റെസ്പിറേഷൻ ആക്കുന്നുണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രീസ് സ്വീകരിക്കുന്നു അല്ലേ, അബ്സോർബ് ചെയ്യുന്നു. നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ അറ്റ് ഓൾ ടൈംസ്? സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തു വിടുന്നത്? ഈസ് ഫോട്ടോസിന്തസിസ് പോസിബിൾ അറ്റ് നൈറ്റ്? ഈ ഫോട്ടോസിന്തസിസ് രാത്രിയിൽ സാധ്യമാണോ? വൈ? എന്തുകൊണ്ട്? വാട്ട്സ് ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ദ നൈറ്റ് ഇൻ ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്? രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഡസ് എ പേഴ്സൺ ഹൂ സ്ലീപ്സ് അണ്ടർ എ ട്രീ ഡ്യൂറിങ് ദ നൈറ്റ് റിസീവ് മോർ ഓക്സിജൻ? രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? റൈറ്റ് ഡൗൺ യുവർ എക്സ്പ്ലനേഷൻ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ വിശദീകരണം നോട്ട്ബുക്കിൽ എഴുതുക. When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. ഗ്രീൻ പ്ലാന്റ്സ് പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. പകൽ സമയത്താണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ എന്താക്കുന്നുണ്ട്, പുറത്ത് റിലീസാക്കുകയും ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് അടുത്തത്? സിൻസ് ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ് ഓക്സിജൻ ഈസ് നോട്ട് റിലീസ്ഡ്. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. രാത്രിയിൽ എന്താക്കുന്നില്ല, ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല അല്ലേ, കാരണം സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഫോട്ടോസിന്തസിസ് നടക്കൂല. അപ്പോൾ ഓക്സിജൻ എന്താക്കൂല, രാത്രി റിലീസാക്കൂല. ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് റെസ്പയർ ഡേ ആൻഡ് നൈറ്റ്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും എന്താക്കുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ, ശ്വസിക്കുന്നുണ്ട്. ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഗിവൺ ഔട്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മോളത്തെ ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇനി എ പ്ലേസ് ടു ലിവ്, ഇനി താമസിക്കാൻ ഒരിടം. ദിസ് ഈസ് ദ ഡയറി നോട്ട് ഓഫ് സഫിയ ഹു വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ഫ്രം സ്കൂൾ. ഇതെന്താണ്, സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയ സഫിയയുടെ ഡയറി കുറിപ്പാണിത്. ടുഡേ വി വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ഫ്രം സ്കൂൾ. The orchidarium attracted me the most. Orchidarium is a garden where orchid varieties are grown. How beautiful are the orchid flowers. What surprised me was the way these plants are being nurtured. They are grown on hanging wooden planks tied with materials like coconut fiber. Some other grow on branches of trees. They don't require soil to grow. Different varieties of orchids. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് കണ്ടത്. എന്താണ് അവൾ എഴുതി, സഫിയൻ്റെ ഡയറി കുറിപ്പ് എന്താണ്? ഇന്ന് സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയി. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഓർക്കിഡേറിയമാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. എന്ത് മനോഹരമായ പൂക്കളാണെന്ന് ഓർക്കിഡേൻ്റേത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചെടികൾ വളർത്തുന്ന രീതിയാണ്. തൂക്കിയിട്ട പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചാണ് ചെടി വളർത്തുന്നത്. മറ്റു ചിലത് മരശിഖരങ്ങളിലും. ഇവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ടത്രേ. Vanda is a common type of orchid seen in our locality. Look at the picture. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഓർക്കിഡാണ് മരവാഴ. ചിത്രം നോക്കൂ. Observe this, its thick root. These roots have certain peculiarities. They can be absorb moisture from the atmosphere. This is why these plants can grow even without soil. These plants depend on other plants only for shelter. Such plants are called epiphytes. അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കൂ. കണ്ടോ, തടിച്ച വേരുകൾ ശ്രദ്ധിക്കുക. ആ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? അന്തരീക്ഷത്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയുന്നു അല്ലേ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കാൻ ഇതിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഈ ഓർക്കിഡിന് വളരാൻ കഴിയുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡുകൾ സസ്യങ്ങളുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലായല്ലോ. Have you now understood which category of plants do orchids belongs to?
ഓർക്കിഡുകൾ സസ്യങ്ങളുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം വിൽ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ് എഫക്റ്റ് ഹോസ്റ്റ് പ്ലാന്റ്സ് അഡ്വേഴ്സ്ലി? എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ ശ്വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? Will the presence of epiphytes affect host plants adversely? Discuss and note down your findings in the science diary. ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ബുക്കിൽ എഴുതുക. അടുത്തത് parasitic plants. Haven't you seen the loranthus that grows on the mango tree? മാവിലും മറ്റും പടർന്നു വളരുന്ന ഇത്തിൽക്കണ്ണി കണ്ടിട്ടില്ലേ? അതാണ് ലൊറാന്തസ് അല്ലേ, ഇത്തിൽക്കണ്ണി. Is the growth of loranthus on the mango tree beneficial? Why? ഇത്തിൽക്കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ? എന്തുകൊണ്ട്? Even though loranthus has leaves and roots, it prepare food absorbing water and minerals from the host plant. Cuscuta is a light yellowish green climber which is spread over a plant. Does this climber brings any harm to the host plant? Discuss. എന്താണ് ഈ ലൊറാന്തസിന് ഇത്തിൽക്കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, അവിടുത്തെ എന്താണ് ഈ ഇപ്പം മാവിൻ്റെ മേലെയാണ് ഈ ഇത്തിൽക്കണ്ണി കണ്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ് ഇത് ആ മാവിൻ്റെ സസ്യത്തിൽ നിന്നാണ് എന്താക്കുന്നത്, അതിൻ്റെ വാട്ടറും മിനറൽസും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ ഇത്തിൽക്കണ്ണി മാവിൻ്റെ വെള്ളവും ലവണമൊക്കെയാണ് വലിച്ചെടുക്കുന്നത് അല്ലേ? എന്നിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. ചെടിയിൽ പടർന്ന് കിടക്കുന്ന ഈ മരത്തിൽ പടർന്ന് ഉണ്ടാകുന്നതാണ് ഈ ലൊറാന്തസ്. ഓക്കെ, ദെൻ Cuscuta is a light yellowish green climber which spreads over a plant. എന്താണ്? ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് എന്ത് ഈ കസ്കത്ത എന്ന് പറഞ്ഞത്. എന്താണ്? മൂടില്ല വള്ളി. ഓക്കെ, മൂടില്ല താളി. Does this climber bring any harm to the host plant? Discuss. എന്താണ് ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ? ചർച്ച ചെയ്യാൻ. Some plants absorb food from the plants on which they live. They do not prepare food for themselves. എന്താണ്? ചില പ്ലാന്റ്സ് അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ? ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. Rafflesia, the largest flower in the world, also belongs to this category. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യയും ഈ വിഭാഗത്തിൽ പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഏതാ? ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്? റഫ്ലേഷ്യ. ഇതാണ് റഫ്ലേഷ്യ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? Plants that absorb water and minerals from the host plant and prepare their own food with the help of their leaves are known as semi-parasites. Example, loranthus. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് എന്ത് ഈ സെമി പാരാസൈറ്റ്സ്. അതായത് പ്ലാന്റ്സ് വെള്ളവും മിനറൽസും എന്താണ് ഇവിടെ നിന്നാണ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കും. എന്നിട്ട് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. മറ്റേ ഹെൽപ്പ് ഓഫ് ദെയർ ലീവ്സ്, അവരുടെ ഇലയുടെ സഹായത്തോടെ ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് എന്ത് സെമി പാരാസൈറ്റ്സ് എന്ന് പറയുന്നത് ലൊറാന്തസ്. ഇനി അടുത്തത് നോക്കിയാൽ പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരാസൈറ്റ്സ്. എക്സാമ്പിൾ കസ്കത്ത. എന്താണ്? ആതിഥേയ സസ്യങ്ങളിൽ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ, അതായത് ടോട്ടൽ പാരാസൈറ്റ്സ്. അതാണ് എന്ത് ഈ കസ്കത്ത. Both semi-parasites and total parasites harm the host plant. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് അല്ലേ? ഈ സെമി പാരാസൈറ്റ്സും ടോട്ടൽ പാരാസൈറ്റ്സും എന്താണ് ഈ ഏത് മരത്തിലാണോ ഉണ്ടാകുന്നത് ആ മരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് അല്ലേ? സെമി പാരാസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ആദ്യത്തെ പറയാം ഹോസ്റ്റ് പ്ലാന്റ് അല്ലേ? ഹോസ്റ്റ് പ്ലാന്റ് നമുക്ക് എക്സാമ്പിൾ ഇപ്പം എന്താണ് മാവിലാണ് ഈ ഇതുണ്ടാവുന്നത്, എന്ത് ഇത്തിൽക്കണ്ണി അതായത് ലൊറാന്തസ് ഉണ്ടാവുന്നത്. അപ്പോൾ മാവിൻ്റെ ആ വാട്ടറും മിനറൽസും ഈ മാവിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഈ ലൊറാന്തസ് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് ആ ലൊറാന്തസിൻ്റെ ഇലയിൽ വെച്ചിട്ട് തന്നെ. അതിനെ സെമി പാരാസൈറ്റ്സ് എന്ന് പറയും ലൊറാന്തസിനെ.
ഓക്കെ. പിന്നെ പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരാസൈറ്റ്സ്. കസ്കട്ട. ഈ കസ്കട്ട എന്താ ചെയ്യുന്നത്? ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് കൊണ്ട് വലിച്ചെടുക്കുക തന്നെയാണ്. അത് കസ്കട്ട അല്ലേ. ഈ സെമി പാരാസൈറ്റും ടോട്ടൽ പാരാസൈറ്റും എന്താണ്? ഈ ഹോസ്റ്റ് പ്ലാന്റ്സിന് ദോഷമാണ് അല്ലേ. നിൽക്കുന്ന ആ മരത്തിന് ദോഷമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പാരാസിറ്റിക് പ്ലാന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ പെക്യുലാരിറ്റീസ് ആൻഡ് ദെയർ ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഈ പരാഗ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകതകളും മാതൃസസ്യത്തിന് അവ വരുത്തുന്ന ദോഷങ്ങളും ഈ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. അടുത്തത് ഫ്രം ഡീകമ്പോസ്ഡ് റിമെയിൻസ്. എന്താ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന്. ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ. എന്താണ്? ഈ ചിത്രത്തിലെ സസ്യങ്ങളെ നിങ്ങൾ നോക്കൂ. These plants grow absorbing nutrients from decomposed matter. Such plants are known as saprophytes. എന്താണ്? ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇത്തരം സസ്യങ്ങളെ ശവോപജീവികൾ സപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നു. എന്താണ്? ഈ ജീർണിച്ച അവശിഷ്ടങ്ങളില്ലേ, ഈ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് ഈ പോഷക ഘടകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇത് വളരുന്നത്. ഇതിനെയാണ് എന്ത് സപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നിയോട്ടിയ നോക്കൂ, നിയോട്ടിയം മോണോട്രോപ്പിയം അല്ലേ. പൂപ്പലുകൾക്ക് നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. പൂപ്പലുകൾ വളരുന്നത് എവിടെയാണ്? ആർ യു നോട്ട് ഫെമിലിയർ വിത്ത് ഫംഗി? വേർ ഡു ഫംഗി ഗ്രോ? എവിടെയാണ് ഈ ഫംഗസ് അതായത് ഫംഗി വളരുന്നത്, പൂപ്പലുകൾ വളരുന്നത്? ട്രൈ ദിസ് ആക്ടിവിറ്റി. ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. വേർ ഡു ഫംഗി ഗ്രോ? പൂപ്പലുകൾ വളരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ്? ട്രൈ ദിസ് ആക്ടിവിറ്റി. സോക്ക് എ പീസ് ഓഫ് ബ്രെഡ് ഇൻ വാട്ടർ ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ് ആഫ്റ്റർ 2 days in your science diary. Draw what you have observed. Fungi growing on bread, pickle, etc. are saprophytes. Fungi do not belonging to the group of plants. എന്താ? ഒരു കഷ്ണം റൊട്ടി നനച്ചു വെക്കൂ. 2 ദിവസത്തിന് ശേഷം ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് നോക്കിയേ. എന്തായാലും കാണാം, അതിൽ ബ്രെഡിൽ എന്ത് കാണും? നമുക്ക് പൂപ്പൽ കാണും, ഫംഗി കാണാൻ പറ്റും. നിങ്ങൾ നിരീക്ഷിച്ചത് പുസ്തകത്തിൽ എഴുതുക. ഈ റൊട്ടിയിലും അച്ചാറിലും കണ്ടിട്ടുണ്ടാവും മുകളിലൊരു വെള്ളപ്പാട കെട്ടിക്കുന്നത് അല്ലേ. അതും എന്താണ്? ഫംഗിയാണ് അല്ലേ, പൂപ്പലാണ് അല്ലേ. റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന ഈ പൂപ്പലുകളെല്ലാം എന്താണ്? ശവോപജീവികളാണ്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. എന്താണ്? ഈ പൂപ്പലുകളൊക്കെ എന്താ? സാപ്രോഫൈറ്റ്സ് ആണ് അല്ലേ. ഈ പൂപ്പലുകൾ എന്താക്കുന്നില്ല? ഈ പ്ലാന്റ്സിൽ പെടുന്നില്ല. ബ്രെഡ് മോൾഡ് കണ്ടില്ലേ, റൊട്ടിയിലെ പൂപ്പൽ. ഇനി നോക്കിയാൽ മഷ്റൂം അല്ലേ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കൂണ് കേട്ടിട്ടുണ്ടാവും അല്ലേ. മഷ്റൂംസ് പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബർലാസ് ആർ ഫെമിലിയർ സൈറ്റ്. ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗി. കുട പോലെ മുളച്ച് പൊന്തുന്ന കൂണുകൾ നമുക്ക് സുപരിചിതമാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ. മഴക്കാലത്തൊക്കെ ആയിരിക്കും അധികം കാണുക അല്ലേ. അതൊക്കെ എന്താണ്? ഈ മഷ്റൂം ഉണ്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും അല്ലേ. അമ്പർല പോലെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ കൂണുകൾ കണ്ടു. ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗി. ഇവയും പൂപ്പൽ വിഭാഗത്തിൽ പെട്ടവയാണ് അല്ലേ. വേർ ആർ മഷ്റൂംസ് ഫൗണ്ട്? കൂണുകൾ എവിടെയെല്ലാമാണ് കാണുന്നത്? ഡു ദേ ഡിഫർ ഇൻ കളർ, സൈസ് എക്സെട്ര? നിറം, വലുപ്പം എന്നിവയിൽ ഇവയ്ക്ക് വ്യത്യാസമുണ്ടോ? ആഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് മഷ്റൂംസ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്ക് ഈ കൂണിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ. മഷ്റൂമിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ കൂണുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ എന്താക്കുക? എഴുതുക. ഓക്കെ. വി ഹാവ് ബീൻ ഡിസ്കസിങ് സം ഓഫ് ദ പ്ലാന്റ്സ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ആഹാരത്തിനും വാസസ്ഥലത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് അല്ലേ. What about the pepper vine that grows on other plants? കുരുമുളക് വള്ളി മറ്റു വൃക്ഷങ്ങളിലാണല്ലോ വളരുന്നത്. Why do it do so? കുരുമുളക് വള്ളി എന്തിനാവും മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? നോക്കൂ. Lend support, make പന്തൽസ്. താങ്ങ് കൊടുക്കാം, പന്തലിടാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് കണ്ടല്ലോ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് അല്ലേ. വിവിധ തരം പച്ചക്കറികൾ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ പച്ചക്കറികൾ. ഓക്കെ. വിസിറ്റ് എ വെജിറ്റബിൾ ഗാർഡൻ. ഒരു പച്ചക്കറി തോട്ടം നിങ്ങൾ വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ദർ? അവിടെ എന്തെല്ലാം തരത്തിലുള്ള സസ്യങ്ങളുണ്ട്? വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് സപ്പോർട്ട് ടു ക്ലൈംബ് അപ്പ്? അവയിൽ ഏതെല്ലാം സസ്യങ്ങൾക്കാണ് പിടിച്ചു കയറാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്? ഏതിനൊക്കെ ആയിരിക്കും? കണ്ടിട്ടുണ്ടോ?
പയറിന് അല്ലേ, പയർ, പിന്നെന്താ ബിറ്റർ ഗോഡ്, പിന്നെ കയ്പ, അങ്ങനെ കുറേ സാധനത്തിൽ പടവല, അതിനൊക്കെ എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. നിങ്ങളെന്നെ എഴുതി നോക്കൂ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ ഓൺ ദ ഗ്രൗണ്ട്? ഏതെല്ലാം സസ്യങ്ങളാണ് നിലത്ത് പടരുന്നത്? റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക. Observe the picture. You can see spring-like parts in the ash god vine. What are they for? ഈ ചിത്രം ശ്രദ്ധിച്ചേ. ടെൻട്രിൽസ് എന്താണ്? ഈ കുമ്പളവള്ളിയിൽ എന്താണ് സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ? പെപ്പർ വൈൻ എന്താണ്? പെപ്പർ വൈന്, സ്നേക്ക് ഗോഡ്, ബിറ്റർ ഗോഡ്, ഗ്ലോറിയോസ എന്താണ്? കുരുമുളക്, പടവലം, പാവൽ, മോന്തോന്നി അല്ലേ, ഗ്ലോറിയോസ്. സെർച്ച് ഫോർ സിമിലർ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്. റെക്കോർഡ് ദെയർ പെക്യുലാരിറ്റീസ്. നിങ്ങളുടെ പരിസരം നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള സസ്യങ്ങൾ കാണുന്നുണ്ടോ? പ്രത്യേകതകൾ രേഖപ്പെടുത്തൂ. ക്ലൈംബേഴ്സ് എന്താണ്? ക്ലൈംബേഴ്സ് പറഞ്ഞാൽ ആരോഹികൾ. എന്താണ്? Climbers are weak stemmed plants. They climb on other plants with the support of spring-like parts called tendrils. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഈ ക്ലൈംബേഴ്സ്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ ടെൻഡ്രിൽസ്. Some plants have clinging roots for this purpose. Plants like pepper, bitter gourd and snake gourd are examples. ചില പ്ലാന്റ്സിൽ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം എന്താണ്? ക്ലൈംബേഴ്സ് ആണ്. You might have seen the sweet potato. It is a weak stemmed plant. How does it grow? Does it have tendrils? മധുരക്കിഴങ്ങ് ചെടി കണ്ടിട്ടുണ്ടാകുമല്ലോ. അതൊരു ദുർബലകാന്ഡ സസ്യമാണ് അല്ലേ. അവ എങ്ങനെയാണ് വളരുന്നത്? അതിൽ പ്രധാനങ്ങൾ ഉണ്ടോ? നോക്കിയേ, സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോ കോട്ടിൽ, സ്ട്രോബെറി അല്ലേ. സ്ട്രോബെറി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ എന്താണ്? നിലത്ത് വളരുന്നതാണ് അല്ലേ. ഇനി ക്രീപ്പേഴ്സ് എന്താണ്? ക്രീപ്പേഴ്സ് ഇഴവള്ളികൾ. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ക്രീപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോ കോട്ടിൽ, സ്ട്രോബെറി എക്സെട്ര ആർ എക്സാമ്പിൾസ്. ദീസ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് എന്ത്? ക്രീപ്പേഴ്സ്. അത് നിലത്താണ് വളരുന്നത്. നിലത്ത് വളരുന്നതാണ് ക്രീപ്പേഴ്സ് അല്ലേ. മധുരക്കിഴങ്ങ്, കുടങ്ങൽ, സ്ട്രോബെറി എന്നിവ എന്താണ്? ക്രീപ്പേഴ്സ് ആണ്. ഇവയിൽ എന്താണ്? ദീസ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും ഇല്ല അല്ലേ. Observe the creepers and climbers seen around us and classify them. Write them down in your science diary. നമുക്ക് ചുറ്റുമുള്ള ഇഴവള്ളികളും അതായത് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും ഒക്കെ എന്താണ്? ആ സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ട് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട്സ്. വേരിലെ വൈവിധ്യം. ബനിയൻ ട്രീ, സ്ക്രൂ പൈൻ. എന്താണ് ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ? പേരാല് അല്ലേ. ആല് കണ്ടില്ല അത്. ഓക്കെ. ഇനി മറ്റേത് സ്ക്രൂ പൈൻ. എന്താണ്? ആറ്റുകൈത എന്ന് പറഞ്ഞാൽ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഡു യു നോട്ടീസ് റൂട്ട്സ് ഗ്രോയിങ് ഡൗൺവാർഡ്സ് ഫ്രം ദ ബ്രാഞ്ചസ് ആൻഡ് ദ സ്റ്റെം? ഹൗ ആർ ദീസ് റൂട്ട്സ് യൂസ്ഫുൾ ടു ദ പ്ലാന്റ്സ്? ആർ ദർ സച്ച് പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? ഒബ്സർവ്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കൊമ്പിൽ നിന്നും കാണ്ഡത്തിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ കണ്ടില്ലേ? ഈ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതൊക്കെ അതിൻ്റെ വേരാണ് അല്ലേ. ഈ വേരുകൾ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഇത്തരം സസ്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ? ഒബ്സർവ് ചെയ്ത് നോക്കുക അല്ലേ. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽ റൂട്ട്സ്. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. റൂട്ട്സ് ആർ യൂസ്ഡ് നോട്ട് ഓൺലി ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ബട്ട് ഓൾസോ ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല, ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ. ഈ വെള്ളവും മിനറൽസും വലിച്ചെടുക്കാൻ മാത്രമല്ല ഈ റൂട്ട് ഇതാവുന്നത്, പിന്നെ ഈ ചെടികളെ താങ്ങി നിർത്താനും ഈ റൂട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. Prop roots and still roots are roots seen above the soil to support the plants. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങ് വേരുകൾ, പൊയ്ക്കാൽ വേരുകൾ അല്ലേ. ഈ പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിൽ കാണുന്ന വേരുകളെയാണ് പറയുന്നത് പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് സീൻ ഇൻ ദ ബനിയൻ ട്രീ
ആർ പ്രോപ്പ് റൂട്ട്സ്. എന്താണ് ബനിയൻ ട്രീയിൽ കാണുന്നത് എന്താണ് പ്രോപ്പ് റൂട്ട്സ് ആണ്. ദീസ് റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ് ഫ്രം ഏരിയൽ ബ്രാഞ്ചസ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. ഓക്കെ, ബനിയൻ ട്രീയിൽ നിന്ന് എന്താണ് ബനിയൻ ട്രീൻ്റെ മുകളിൽ ബ്രാഞ്ചസിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വളരുന്നതാണ് എന്ത് ഈ പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ റൂട്ട്സ് ഇൻ സ്ക്രൂ പൈൻ. ഈ സ്ക്രൂ പൈൻ്റെ നോക്കിയേ എന്താണ് അതിൻ്റെ വേരുകൾ നോക്കൂ. ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് ദ റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ്. തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. ഓക്കെ, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്നതാണ് എന്ത് സ്ക്രൂ പൈൻ്റെ റൂട്ട്. ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് ദ റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ്. ദീസ് റൂട്ട്സ് ആർ കോൾഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്. ഇത്തരം വേരുകളെ എന്താണ് സ്റ്റിൽറ്റ് റൂട്ട് എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു. These are more. There are more diversities among roots. Read the following note on mangroves. വേരുകളിലെ വൈവിധ്യം ഇനിയുമുണ്ട്. ഈ മാംഗ്രോവ്സ് അറിയില്ലേ, കണ്ടൽ ചെടികളെ കുറിച്ചുള്ള കുറിപ്പ് വായിക്കാം. നമുക്ക് നോക്കാം എന്താണ് മാംഗ്രോവ്സ്. മാംഗ്രോവ്സ് ആർ സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മാർഷി ഏരിയാസ്. ഈ ചതുപ്പ് നിലങ്ങൾ, മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത് ഈ മാംഗ്രോവ്സ്, കണ്ടൽ ചെടികൾ അല്ലേ. The tip of their roots grow towards the atmosphere. These roots that help in gaseous exchange are called ന്യൂമാറ്റോഫോഴ്സ്. എന്താണ് ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വേരിൻ്റെ അറ്റം എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ന്യൂമാറ്റോഫോഴ്സ്, ശ്വസന വേരുകൾ എന്ന് പറയുന്നു. Collect more details and pictures of mangroves and prepare a wall journal. കണ്ടൽ ചെടികളുടെ കൂടുതൽ വിശേഷങ്ങളും ചിത്രങ്ങളും ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ. നോക്കൂ, ഈ ന്യൂമാറ്റോഫോഴ്സ് ഇൻ മാൻഗ്രോവ്സ് എന്താണ് കണ്ടൽ ചെടിയുടെ ഈ ശ്വസന വേരുകൾ കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ. ഫോർ സ്റ്റോറിങ് ഫുഡ്, ആഹാരം സംഭരിക്കാൻ. ഒബ്സർവ് ദ പിക്ചർ. പിക്ചർ നോക്കൂ, ഒന്ന് പൊട്ടറ്റോ, മറ്റേത് ടപ്പിയോക്ക. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ആർ ഇൻ ബോത്ത് എഡിബിൾ ട്യൂബേഴ്സ്? വിച്ച് ഓഫ് ദം സ്പ്രൗട്ട്സ് വെൻ കെപ്റ്റ് ഫോർ സം ടൈം? വൈ? ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകളാണല്ലോ രണ്ടും, ആണല്ലേ. കുറച്ചു കാലം വച്ചിരുന്നാൽ ഏതിൽ നിന്നാണ് മുള വരിക? എന്തുകൊണ്ട്? റൈറ്റ് ഡൗൺ യുവർ ഗസ് ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ ഊഹം എന്താക്കണം പുസ്തകത്തിൽ എഴുതുക. ടപ്പിയോക്ക സ്റ്റോർസ് ഫുഡ് ഇൻ റൂട്ട്സ്. Roots that store food in this way are called storage roots. വേരിലാണ് എന്ത് ടപ്പിയോക്ക ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് എന്ത് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്, സംഭരണ വേരുകൾ എന്ന് പറയപ്പെടുന്നത്. ആഹാരം റൂട്ടിൽ ശേഖരിച്ചു വെക്കുന്നത് കൊണ്ടാണ് എന്താണ് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. ഓൾ ട്യൂബേഴ്സ് ആർ നോട്ട് സ്റ്റോറേജ് റൂട്ട്സ്. എല്ലാ കിഴങ്ങുകളും എന്താണ് സ്റ്റോറേജ് റൂട്ട്സ് അല്ല അല്ലേ. Potato is a modified stem. Such stems seen below the soil are underground stem. എന്താണ് രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂഖാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ടപ്പിയോക്ക എന്താണ് സ്റ്റോറേജ് റൂട്ട്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് എല്ലാ ട്യൂബേഴ്സും എന്താണ് സ്റ്റോറേജ് റൂട്ട് അല്ല അല്ലേ. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് എന്താണ് മോഡിഫൈഡ് സ്റ്റെം ആണ് അല്ലേ. അങ്ങനത്തെ സ്റ്റെം എന്താണ് ഈ മണ്ണിൻ്റെ അടിയിൽ കാണുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഈ പൊട്ടറ്റോ. ഓക്കെ, ക്ലാസിഫൈ ദ ഐറ്റംസ് ഗിവൺ ബിലോ ഇൻ ടു സ്റ്റോറേജ് റൂട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ക്യാരറ്റ്, ചൈനീസ് പൊട്ടറ്റോ, ബീട്രൂട്ട്, ആരോ റൂട്ട്, എലിഫൻറ്റ് ഫുഡ് യാം, ടപ്പിയോക്ക, കൊളക്കേഷ്യ, സ്വീറ്റ് പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്. ഇതൊക്കെ എന്തൊക്കെയാണ് ഇത്രയും തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റോറേജ് റൂട്ട്, ഏതൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് റൂട്ട് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ്. ഇനി എന്താണ് സസ്യലോകത്തെ വൈവിധ്യം. ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റീസ്. എന്താണ് നമ്മുടെ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ സസ്യലോകം അല്ലേ. വേൾഡ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ. ഹാവ് യു എവർ എൻക്വയർഡ് അബൌട്ട് ദ പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്തെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എക്സാമിൻ ദ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഇൻ യുവർ പഞ്ചായത്ത് ഓഫീസ് ആൻഡ് പ്രിപ്പയർ എ ടേബിൾ ഓഫ് പ്ലാന്റ്സ്. Observe these plants and write down their peculiarities and find out their significance as well.
എന്താണ് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവവൈവിധ്യ രജിസ്റ്റർ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പരിശോധിച്ചിട്ട് ഈ പ്ലാന്റ്സിൻ്റെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത്. പ്രസ്തുത സസ്യങ്ങൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. അവയുടെ പ്രാധാന്യവും അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ. Prepare a report of your findings and present it in the science club meeting. Prepare a biodiversity register after observing the plants in your school premises. എന്താണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ റിപ്പോർട്ടാക്കി സയൻസ് ക്ലബ്ബ് യോഗത്തിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ വിദ്യാലയ പരിസരം നിരീക്ഷിച്ചൊരു ജൈവ വൈവിധ്യ രജിസ്റ്ററും തയ്യാറാക്കണം. വാട്ട് ട്രീസ് പ്രൊവൈഡ്? മരം എന്തെല്ലാം നൽകുന്നു? വിച്ച് ആർ ദ ഓർഗാനിസം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ട്രീസ്? മരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഇതിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ല? ചിത്രത്തിൽ കാണുന്ന ഒരുപാട് മൃഗങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്? ഇതൊക്കെ മരത്തിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? മനുഷ്യർ വരെ മരത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഇൻ വാട്ട് വേസ് ഡു ട്രീസ് ഹെൽപ്പ് ദം? മരം എങ്ങനെയെല്ലാം അവയെ സഹായിക്കുന്നു? മരം പല ടൈപ്പിൽ സഹായിക്കുന്നുണ്ട് അല്ലേ? ചിത്രം നോക്കി രേഖപ്പെടുത്താൻ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഓർഗാനിസംസ് ഹൗ ട്രീസ് ഹെൽപ്പ്. ബേഡ്സിനാണെങ്കിൽ ഷെൽട്ടറും ഫുഡും അല്ലേ? അങ്ങനെ ഒരുപാട് ആനിമൽസിനും ഓർഗാനിസത്തിനും എന്താണ്ട് ഈ ട്രീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ദ പിക്ചർ ഡു യു സീ എ വുഡ് കട്ടർ വാക്കിംഗ് ടുവാർഡ്സ് ദ ട്രീസ്? ജസ്റ്റ് ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ടു ദ ഓർഗാനിസം ഇൻ ദ ട്രീ ഇഫ് ഇറ്റ് ഈസ് കട്ട് ഡൗൺ. മരം വെട്ടുകാരൻ മരത്തിനടുത്തേക്ക് നടന്നെടുക്കുന്നത് കണ്ടില്ലേ? ഈ മരം വെട്ടി വീഴ്ത്തിയാൽ അതിലെ ജീവികൾക്ക് എന്ത് സംഭവിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. കഷ്ടമായിരിക്കില്ലേ അവരുടെ കാര്യം? അതിൻ്റെ എത്രയും ജീവികൾ ആ മരത്തിനെ ആശ്രയിക്കുന്നതാണ് അല്ലേ? എന്നിട്ട് ആ മരം വെട്ടിയാലുള്ളൊരവസ്ഥ അല്ലേ ആ ജീവികളുടെ? Isn't it your responsibility to protect plants? What can we do in this regard? Organize events to create awareness in your locality about the significance of protecting trees. Take up such activities and implement them. സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലേ? നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? സസ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ദെൻ സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. ഈ പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ. ലേണർ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് പ്ലാന്റ്സ് വിത്ത് ക്ലോറോഫിൽ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എന്താണ് ക്ലോറോഫിലുള്ള സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു പാരസൈറ്റ്സ് ആൻഡ് സെപ്രോഫൈറ്റ്സ് ആൻഡ് ഗിവ് എക്സാമ്പിൾ. എന്താണ് സെപ്രോഫൈറ്റ്സും പിന്നെ പാരസൈറ്റ്സും അല്ലാത്ത എന്നിങ്ങനെ തരം തിരിച്ച് ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. ഐഡൻറ്റിഫൈ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ കാറ്റഗറി ഓഫ് എപ്പിഫൈറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ പെക്യുലാരിറ്റീസ്. എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളെ തിരിച്ചറിയാനും അവയുടെ പ്രത്യേകതകൾ വിശദീകരിക്കാനും കഴിയുന്നു. ക്ലാസിഫൈ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ പെക്യുലാരിറ്റീസ്. ദുർബലകാണ്ഡ സസ്യങ്ങളെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നു. റെക്കഗ്നൈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ദെയർ ഫങ്ഷൻ. സസ്യവിഭാഗങ്ങൾക്കുണ്ടാവുന്ന രൂപാന്തരങ്ങൾ തിരിച്ചറിഞ്ഞ് തരം തിരിക്കാനും അവയുടെ ധർമ്മങ്ങൾ വിശദീകരിക്കാനും കഴിയുന്നു. റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് സജസ്റ്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. സസ്യവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷണ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററാണ് ബേസിക് സയൻസിന് നമ്മളിന്ന് എടുത്തത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കെന്ത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്നിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.